കേരളത്തിലെ കോട്ടയം ജില്ലയിൽ ഇല്ലിക്കൽ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഏക ശിലാരൂപമാണ് ഇല്ലിക്കൽ കല്ല്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 57 കിലോമീറ്റർ ദൂരെയാണ് ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. 57 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും ഏകദേശം 2.5 മണിക്കൂറിലധികം യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. 4000-ൽ അധികം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് മൂന്നിലവ് ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ്. മീനച്ചിൽ താലൂക്കിലെ തലനാട് വില്ലേജിലെ ആണ് ഈ പ്രത്യേക ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്. 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇതിൻ്റെ എൻട്രൻസും 2 ഇതിൻ്റെ പിൻഭാഗവും. എൻട്രൻസിൽ കൂടെ പോയി കഴിഞ്ഞാൽ പ്രസക്ത ഭാഗങ്ങളൊന്നും കാണുവാൻ, അതായത് ഒരു ട്രെക്കിംഗ് അനുഭവം ഉണ്ടാകുവാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ചിന്തിച്ചു, ഒരു ട്രെക്കിംഗ് വേണമല്ലോ, ഒരു അവധിക്ക് വന്നതായതുകൊണ്ട് ട്രെക്കിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ട് എന്നാൽ അതിൻ്റെ പിൻഭാഗത്തൂടെ പോകാം എന്ന് വിചാരിച്ചു. എൻ്റെ പിതാവും എൻ്റെ ഭാര്യയും 2 മക്കളുമാണ് ഞാനും ഉൾപ്പെടെയുള്ള ഒരു സംഘത്തിലാണ് യാത്ര തുടർന്നത്. എനിക്ക് മുൻപേ വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന മറ്റൊരു ടീമും ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. അതായത് പോകാൻ വേണ്ടി അവരും ഇതിൻ്റെ പിൻഭാഗത്തൂടെ പോയിരുന്നു. വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മല കയറുവാൻ വേണ്ടി നമ്മൾ വരുന്നത്. എല്ലാവരെയും എൻകറേജ് ചെയ്ത് മുന്നോട്ട് കയറ്റുന്നുണ്ട്. പക്ഷേ പോകെ കാര്യങ്ങൾ മനസ്സിലാവുന്നു, ഇത് അത്ര ആവേശത്തിൽ നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഒരിടമല്ല. ഞാൻ കൈ ചൂണ്ടി കാണിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ഒത്തിരി മുകളിലേക്ക് പോകണം. ചിലർ പറയുന്നു ഒരു പാറയുടെ ഒരു ഭാഗം അടർന്നു വീണെന്നും അതിൻ്റെ മറുഭാഗം മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ എന്നുമൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും അടുത്തുള്ള സ്ഥലമെന്ന് പറയുന്നത് തീക്കോയ് എന്നൊരു പ്രദേശമാണ്. ഈ കൊടുമുടിയിൽ നിന്ന് നിരവധി പർവ്വത നിരകൾ ഉത്ഭവിച്ച് താഴേക്ക് ഒഴുകി മീനച്ചിൽ നദിയായിട്ട്, മീനച്ചിൽ ആറായിട്ട് മാറുന്നുണ്ട്. കൊടുമുടിയുടെ നെറുകയിലെത്തുവാൻ വിനോദസഞ്ചാരികളായിട്ടുള്ള ആളുകൾക്ക് ഏകദേശം 1 കിലോമീറ്ററിൽ അധികം കാൽനടയായിട്ട് നടക്കണം. കാരണം അത് ചെങ്കുത്തായ പാറയുടെ ഇടുക്കിൽ കൂടെയുള്ള വഴികളാണ്. ഒത്തിരി എലിവേഷൻസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് അതിന് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് പാറയിൽ പിടിച്ചും നിലത്ത് പിടിച്ചും അവിടെ കാണുന്ന മരങ്ങളിലൊക്കെ അള്ളിപ്പിടിച്ചുമൊക്കെയാണ് ഇതിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് കയറുവാനുള്ള ഒരു ധൈര്യം കാണിക്കുന്നത്. ഇല്ലിക്കൽ മല 3 കുന്നുകൾ ഉൾക്കൊള്ളുന്നു. ഓരോ കുന്നിനും സമുദ്രനിരപ്പിൽ നിന്നും 4000 അടി വരെ ഉയരമുണ്ടെന്ന് പറയപ്പെടുന്നു. ഓരോ കുന്നുകൾക്കും ഓരോ പ്രത്യേക രൂപമുണ്ട്. രൂപമനുസരിച്ചാണ് അവർ പേര് നിശ്ചയിച്ചിരിക്കുന്നത്. ആദ്യത്തെ കുന്ന് ഒരു കുടയുടെ ആകൃതിയിലുള്ളത് കൊണ്ട് അതിന് കുടക്കല്ല് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കുന്നിൻ്റെ വശങ്ങളിൽ ചെറിയ കൂനകളുണ്ട്, അതുകൊണ്ട് അതിന് കൂനുകല്ല്, ഹഞ്ച് ബാക്ക് റോക്ക് എന്നൊക്കെ അതിനെ പറയുന്നുണ്ട്. മൂന്നാമത്തേത് സാധാരണ പോലെ തന്നെ ഒരു ഇല്ലിക്കൽ കല്ലായിട്ട് പറയുന്നുണ്ട്. അതിനെ നരകത്തിലേക്കുള്ള പാലം, നരകപാലം എന്നൊക്കെ ആളുകൾ അതിനെ പറയുന്നുണ്ട്. കൊടൈക്കനാലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്തംഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കമാനമാണ് ഇതിന് ഉള്ളത്. ഈ കല്ലിൻ്റെ രൂപവും ഭംഗിയും ഒക്കെ ഒരു പ്രത്യേക തരത്തിലുള്ളത് കൊണ്ട് ഇത് കാണുവാൻ വേണ്ടി സഞ്ചാരികൾ അധികമായിട്ട് എത്താറുണ്ട്. ഇവിടെ ഡാനു വളരെ ക്ഷീണിതനായിട്ട് വെള്ളത്തിന് വേണ്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ നിങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം എടുത്തിട്ടില്ല. പക്ഷേ വെള്ളം എടുക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷമാണ്, വെള്ളമെടുക്കാത്തതിൻ്റെ. കാരണം ആ മലമുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടൽ ഒരു നേർത്ത നീല സ്ട്രോക്ക് പോലെ വിദൂര ചക്രവാളത്തിൽ, കിഴക്കേ ചക്രവാളത്തിൽ കാണുവാൻ കഴിയും. ഒരു പൗർണമി ദിനത്തിൽ വൈകുന്നേരം കൊടുമുടിക്ക് മുകളിൽ നിന്നുള്ള സൂര്യ അസ്തമയ കാഴ്ച വളരെ സന്തോഷമായിരിക്കും. ഞങ്ങളങ്ങനെ അതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിരിക്കുക. ഇതാണ് ഏറ്റവും മുകളിൽ